ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തവയിൽ ഒരു തന്തൂരി ചിക്കനാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ തവയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. സാധാരണ തന്തൂരി അടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ കാലും അതുപോലെ തന്നെ തൈയും ഒന്നിച്ചിട്ടുള്ള ഒരു പീസാണ് ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുള്ളത്. നമുക്കിത് ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മളിതിൽ നല്ല ഡീപ്പായിട്ട് തന്നെ നമ്മൾ വരഞ്ഞു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ അകത്ത് മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. കുറച്ച് അടുപ്പിച്ച് തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതും കുറച്ച് അടിയിൽ എത്തുന്ന രീതിയിൽ തന്നെ നമ്മളിത് വരഞ്ഞു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അകത്ത് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ചിക്കൻ പീസ് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കാം. ഇത് നല്ല എരിവുള്ള റെഡ് ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ തന്നെ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിലല്ല സൺഫ്ലവർ ഓയിലാണ് അങ്ങനെയുള്ളതെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും അത് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഇത് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകിൽ എയർ ടൈറ്റുള്ള പാത്രത്തിൽ നന്നായിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്, ഫ്രീസറിലേക്ക് വെക്കാൻ പാടില്ല. ഇപ്പോൾ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് 1 മണിക്കൂറിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ വെക്കുന്നോ അത്രത്തോളം ഇതിൽ ചിക്കൻ നന്നായിട്ട് മസാല പിടിച്ച് വരും. അപ്പോൾ നമ്മളിത് ഇനി പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒലീവ് ഓയിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഞാനൊരു കഷ്ണം ബട്ടറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിലില്ല, അതിൽ ഇപ്പോൾ വേറെ ഓയിലാണുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ബട്ടറൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ബട്ടറെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇതെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ തവ ഫ്രൈ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒലീവ് ഓയിൽ നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഒലീവ് ഓയിലും അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടറും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ അകത്തുനിന്നും കുറച്ച് റിലീസാകുന്ന ഓയിലും ഉണ്ടാവും. അത്രയും മതിയാവും നമുക്ക് ഈ തന്തൂരി തവ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്യാനും അതിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.